എൻ്റെ പേര് സുജ. ഞാൻ ആലപ്പുഴ ജില്ലയിലെ നൂർനാട് എന്ന സ്ഥലത്താണ് വരുന്നത്. നടുവിന് വേദനയെ തുടർന്നാണ് ഞാൻ ഹോസ്പിറ്റലിൽ വരാൻ കാരണം. ഡിസ്കിൻ്റെ പ്രോബ്ലമായിട്ട് 2 ആഴ്ചയോളം ഞാൻ ബെഡിൽ നിന്ന് എഴുന്നേക്കാതെ കിടന്ന അവസ്ഥയിലായിരുന്നു. അങ്ങനെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി ഓർത്തോ ഡോക്ടറെ കണ്ടു. ഡോക്ടറുമായിട്ട് സംസാരിച്ച് അങ്ങനെ MRI സ്കാൻ എടുത്ത് അങ്ങനെയാണ് ഡിസ്കിന് പ്രശ്നമാണെന്ന് അറിഞ്ഞത്. അതുവഴി കാലിൽ കൂടെയുള്ള നരമ്പിന് പ്രോബ്ലമായി. അങ്ങനെ ആ കാലിൻ്റെ ചലനശേഷി ചെറുതായിട്ട് നഷ്ടപ്പെടുന്നതായിട്ട് തോന്നി. അങ്ങനെ 2 ആഴ്ചയോളം എഴുന്നേക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനായിരുന്നു. പിന്നെ ഉടനെ തന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ ഡോക്ടർ റെഫർ ചെയ്തു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയി. അവിടെ ചെന്നപ്പോൾ സർജറിക്ക് വേണ്ടി അഡ്മിറ്റ് ആവാനാണ് എഴുതി തന്നെ. ഒരാൾ റിസൾട്ടെല്ലാം കണ്ടിട്ട് അധിക ദിവസം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, പെട്ടെന്ന് തന്നെ സർജറി ചെയ്യണമെന്നാണ് പറഞ്ഞത്. സർജറിക്കായിട്ടുള്ളൊരു സിറ്റുവേഷനിലല്ല നമ്മൾ ഹോസ്പിറ്റലിൽ പോയത്, ഡോക്ടറെ കാണാനുള്ള രീതിയിലാണ് പോയത്. പിന്നെ സർജറി പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞപ്പോൾ നമുക്കതൊരു ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. വീട്ടുകാർക്ക് അത്ര താല്പര്യമില്ലായിരുന്നു പഴയ സർജറി ചെയ്യാനായിട്ട്. അങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് വഴി ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ, അഴൂരൊരു ഹോസ്പിറ്റൽ ഉണ്ടെന്നും സർജറി ചെയ്യാതെ നമുക്ക് ട്രീറ്റ്മെൻറ്റിൽ കൂടി ഇത് മാറ്റിത്തെടുക്കുമെന്നൊരു അങ്ങനെ ആ ഫ്രണ്ടാണ് എനിക്ക് ഈ ചിത്തിര ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൻ്റെ ലിങ്ക് ഇട്ട് തരികയും ഡോക്ടറുമായിട്ട് നമ്മൾ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ ഡോക്ടർ കുറേ കാര്യങ്ങൾ നമ്മളോട് ചോദിച്ചു, നമ്മുടെ അവസ്ഥയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഡോക്ടർ നമ്മളങ്ങോട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നാൽ പേഷ്യൻറ്റിനെ ആരാന്ന് വെച്ചാൽ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഇവിടെ വരുമ്പോൾ തന്നെ 2 പേര് അപ്പുറവും ഇപ്പുറവും നിന്ന് താങ്ങി പിടിച്ചായിരുന്നു അകത്തോട്ട് കൊണ്ടുപോയത്. അങ്ങനെ ഡോക്ടർ നോക്കിയിട്ടെല്ലാം പറഞ്ഞു നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി 4ാമത്തെ ദിവസമായപ്പോൾ ഞാൻ ആളിൻ്റെ സഹായം ഇല്ലാതെ നടക്കാൻ തുടങ്ങി. പിന്നെ അത് 6 ദിവസം ആയപ്പോഴത്തേക്ക് ഒന്നും കൂടെ ബെറ്ററായിട്ട് വന്നു. അങ്ങനെ 8 ദിവസത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷം ഞാൻ നല്ല രീതിയിൽ മറ്റ് സഹായം കൂടാതെ നടന്നാണ് ഇവിടുന്ന് വീട്ടിലേക്ക് പോയത്. വേദന കംപ്ലീറ്റ് മാറി. അതുപോലെ ഇവിടെ നമ്മളെ നോക്കിയ ഡോക്ടർമാർ അവരുടെ കെയറിങ് നല്ല രീതിയിലുണ്ടായിരുന്നു നമ്മളോട്. അവർ നമ്മളെ നോക്കി നല്ലതായിട്ട് അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അതിൻ്റെ പേരിൽ കൂടെയാണ് നമ്മൾ ഒത്തിരി ബെറ്ററായിട്ട് വന്നത്. അപ്പോൾ വലിയ പ്രശ്നമില്ലാതെ മുമ്പോട്ട് പോകുന്നു, നടക്കുന്നുണ്ട്. വേദനകൾ കുറവുണ്ട്. അങ്ങനെ ഡോക്ടറെ നമുക്കിപ്പോൾ 100% അതിൽ കൂടി നമുക്ക് വിശ്വാസമായി. കാരണം ആദ്യം വീട്ടുകാർക്ക് തന്നെ എതിർപ്പുണ്ടായിരുന്നു. ഇങ്ങനെ സർജറി പറഞ്ഞ കേസിൽ നമ്മളിങ്ങനൊരു ട്രീറ്റ്മെൻറ്റിൽ കൂടി ഇത് റെഡി ആവുമോ എന്നൊരു പേടി വീട്ടുകാർക്കുണ്ടായിരുന്നു.